ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. നമ്മുടെ കേരളം എന്ന് പറയുന്നത് അത്യാവശ്യം പ്ലാവിൻ്റെയും ചക്കയുടെയും നാടാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ മലയാളികൾക്ക് ചക്കപ്പഴം എന്നൊക്കെ പറയുന്നത് വലിയ വിലയൊന്നുമില്ല. എന്നാൽ ഈ ഇടയ്ക്കായിട്ട് ഈ ചക്ക എന്ന് പറയുന്നത് നമുക്ക് ഷുഗർ കുറയ്ക്കുന്നതിനൊക്കെ നല്ലതാണ്, ഇതിൻ്റെ ഫൈബേഴ്സ് നല്ലതാണ് എന്നുള്ള പല റിപ്പോർട്ടുകളും ഉള്ളതുകൊണ്ട് ഇപ്പോൾ ചക്കയ്ക്ക് വില കൂടിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും നമുക്ക് വിലയില്ലാത്ത ഒരു വസ്തുവാണ് ചക്കക്കുരു. പലപ്പോഴും ചക്കക്കുരു ഉപയോഗിച്ച് എന്തെങ്കിലും കറി ഉണ്ടാക്കി കഴിക്കാമെന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ മലയാളികൾക്കുള്ളൊരു വിശ്വാസമാണ് ചക്കക്കുരു കഴിച്ചു കഴിഞ്ഞാൽ വെടിപൊട്ടും, ഭയങ്കര ഗ്യാസ് ശല്യമാണ്, കീഴ്വായ് ശല്യമുണ്ട്, ചക്കക്കുരുവും കഴിച്ചുകൊണ്ട് ഒരിടത്തും പോയി ഇരിക്കാൻ പറ്റില്ല, ഭയങ്കര ഗ്യാസ്, ശബ്ദവും ബഹളമാണ്, നാണക്കേടാണെന്ന് കരുതിയിട്ട് ചക്കക്കുരു പലരും അങ്ങനെ കഴിക്കാറുമില്ല. എന്നാൽ ഈ ചക്കക്കുരുവിനകത്ത് നമ്മുടെ ശരീരത്തിന് ഗുണകരമായിട്ടുള്ള പ്രോട്ടീൻസും മറ്റു വൈറ്റമിൻസും ധാരാളം അടങ്ങിയിട്ടുണ്ടെന്നുള്ളത് പലർക്കും വലിയ അറിവില്ല. അതുകൊണ്ട് തന്നെ ചക്കക്കുരു ഒന്നും ഉപയോഗിക്കാതെ കളയുകയും ചെയ്യാണ്. കേരളത്തിൽ ഇപ്പോഴും ചക്കക്കുരുവിന് ഒട്ടും വിലയുമില്ല. എന്നാൽ ചക്കക്കുരുവിനെ നമ്മൾ ശരിയായിട്ട് പ്രോസസ്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ ഇത്രത്തോളം നല്ല പ്രോട്ടീൻ കണ്ടൻറ്റുള്ള ഒരു വെജിറ്റേറിയൻ ഭക്ഷണം വേറെ ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും. നമ്മൾ ചക്കക്കുരു ഉപയോഗിച്ച് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയാലോ തോരൻ ഉണ്ടാക്കിയാലോ വളരെ രുചികരമാണ് എന്നറിയാം. പലരും ഈ ഗ്യാസ് എല്ലാം പേടിച്ചിട്ടാണ് ഇത് കഴിക്കാത്തത്. യഥാർത്ഥത്തിൽ ഈ ചക്കക്കുരുവിൻ്റെ ബെനിഫിറ്റ്, പ്രത്യേകിച്ച് ഇതിനകത്തുള്ള പ്രോട്ടീൻ്റെ അളവ് എങ്ങനെയാണെന്നും ഇത് കഴിക്കേണ്ട രീതിയും പറഞ്ഞുതരാം. ചക്കക്കുരു നമ്മൾ തോരൻ വെച്ച് കഴിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 100 ഗ്രാം ചക്കക്കുരുവിനകത്ത് ഏകദേശം 8 മുതൽ 10 ഗ്രാം വരെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്തൂടെ നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നതിൻ്റെ അളവ് വളരെ കുറവാണ്. അതുതന്നെയാണ് കേരളത്തിൽ പലർക്കും വയറും ഒക്കെ ആയിട്ട്, ശരീരം ശോഷിച്ചിട്ടും കുടവയറും അമിതവണ്ണവും ഒക്കെ ആയിട്ട് നടക്കുന്നതിൻ്റെയും പല കാരണങ്ങളിൽ ഒന്ന്. പലപ്പോഴും നമ്മൾ ഈ പ്രോട്ടീൻ കഴിക്കാൻ പറയുമ്പോൾ ഉയർന്ന വില കൂടിയ പ്രോട്ടീൻ പൗഡർ വാങ്ങി കഴിക്കുക, അല്ലെങ്കിൽ ചിക്കനൊക്കെ സ്ഥിരം കഴിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്നാൽ വെജിറ്റേറിയൻസിന് ആവശ്യത്തിന് പ്രോട്ടീൻ കിട്ടുന്നതിന് നമ്മുടെ വീട്ടിൽ തന്നെ സമൃദ്ധിയായിട്ട് പ്രോട്ടീനുള്ള ഒരു ഭക്ഷണമുണ്ടെന്ന് പലർക്കും അറിയത്തില്ല. ഈ ചക്കക്കുരു എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽ വരുന്നതാണ്. ചക്കക്കുരുവിനകത്തുള്ള പ്രോട്ടീൻ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ ദഹിക്കുന്നതാണ്, ശരീരത്തിന് ദോഷകരവുമല്ല. അത്യാവശ്യം ഏതൊരു പ്രായത്തിലുള്ളവർക്കും ഇത് കഴിക്കുകയും ചെയ്യാം. ചക്കക്കുരു നമ്മൾ അത്യാവശ്യം ഇത് പൗഡർ ഫോമിലാക്കി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ചക്കക്കുരു പൊടി ഉണ്ടാക്കി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള പ്രോട്ടീൻ്റെ കണ്ടൻറ്റ്, നമ്മളൊരു 100 ഗ്രാം ചക്കക്കുരുവിൻ്റെ പൊടിക്കകത്ത് 16 ഗ്രാം വരെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ സാധാരണ വാങ്ങുന്ന ഇപ്പോൾ പയറ്, കടല, പരിപ്പിനകത്തെല്ലാം 12 മുതൽ 14-15 ഗ്രാം വരെ മാത്രമേ പ്രോട്ടീൻ ഉള്ളൂ. ആ ഒരു സിറ്റുവേഷനിലാണ് ചക്കക്കുരുവിൻ്റെ പൗഡറിനകത്ത് നമുക്ക് ഈ 16 ഗ്രാം വരെ പ്രോട്ടീൻ എടുക്കാൻ പറ്റുമെന്ന് പറയുന്നത്. ചക്കക്കുരു എപ്പോഴും നല്ല പഴുത്ത ചക്കപ്പഴത്തിൻ്റെ കുരുവാണെങ്കിലാണ് അതിനകത്ത് പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്. നമ്മൾ പഴുക്കാത്ത ചക്കയുടെ കുരുവിനകത്ത് പ്രോട്ടീൻ കണ്ടൻറ്റ് താരതമ്യേന കുറവായിരിക്കും. അങ്ങനെയുള്ള ചക്ക കുരുവിനകത്ത് ഏകദേശം 7 ഗ്രാം ആയിരിക്കും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത്. നല്ല പഴുത്ത ചക്ക പഴത്തിൻ്റെ കുരു എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് അത് വെച്ച് പൗഡർ ഉണ്ടായിക്കഴിഞ്ഞാൽ 16 ഗ്രാം വരെ പ്രോട്ടീൻ നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കി ഉപയോഗിക്കാനായിട്ട് പറ്റുകയും ചെയ്യും. ഈ ചക്കക്കുരുവിനകത്ത് പ്രോട്ടീൻ മാത്രമല്ല അടങ്ങിയിട്ടുള്ളത്. ഏകദേശം 100 ഗ്രാം ചക്ക കുരു എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 38 ഗ്രാം ക്വാളിറ്റി ഉള്ള കാർബോഹൈഡ്രേറ്റ്, അന്നജം അടങ്ങിയിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് ക്ഷീണം മാറ്റാൻ സഹായിക്കും. മാത്രമല്ല ഇതിനകത്ത് അയൺ അടങ്ങിയിട്ടുണ്ട്, നമുക്ക് രക്തക്കുറവുള്ളവർക്ക് നല്ലതാണ്. മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്, ഉറക്കക്കുറവുള്ളവർക്ക് നല്ലതാണ്. അതായത് ഉറക്കം കൂടുതൽ കിട്ടുന്നതിന് സഹായിക്കും. കൂടാതെ മസിലുകൾക്കും എല്ലുകൾക്കും വളർച്ചയ്ക്ക് ഇത് ഉപകാരപ്പെടും. പൊട്ടാസ്യം സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട്, പെട്ടെന്ന് ക്ഷീണം മാറാനായിട്ട് ഉപകരിക്കും. സോ ഇങ്ങനെയുള്ള ഗുണകരമായിട്ടുള്ള ഘടകങ്ങളും ഫൈബറുകളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചക്കക്കുരു നിങ്ങളിനി ഈ വെടിക്കുരു അല്ലെങ്കിൽ ഗ്യാസ് ആണെന്ന് പറഞ്ഞ് കളയരുത്, ധൈര്യമായിട്ട് കഴിക്കണം. ചക്കക്കുരു പലപ്പോഴും നമുക്ക് കറി വെച്ച് കഴിക്കുന്നതിനേക്കാൾ ഇത് പ്രോസസ്സ് ചെയ്ത് നമുക്ക് മറ്റ് ഭക്ഷണങ്ങൾ ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഗ്യാസ് ശല്യം താരതമ്യേന കുറവായിരിക്കും. നമുക്ക് ഈ ചക്കക്കുരുവിനകത്ത് ഗ്യാസ് ശല്യം ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആമാശയത്തിൽ ദഹിക്കാത്ത ചില ഇനം കാർബോഹൈഡ്രേറ്റ്സ്, അതായത് മെയിൻലി പറഞ്ഞു കഴിഞ്ഞാൽ ഒലിഗോസാക്രൈഡ്സ് എന്ന് പറയുന്ന ചില ഘടകങ്ങൾ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇത് ആമാശയത്തിന് പകരം കുടലിലായിരിക്കും പോയി ദഹിക്കുക. അതായത് കുടലിനകത്തുള്ള ബാക്ടീരിയകളുടെ ഒരു നല്ല ഭക്ഷണമാണ് ഇവ. മാത്രമല്ല ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ലെക്റ്റിൻ എന്ന് പറയുന്ന ഒരിനം പ്രോട്ടീൻ ഉണ്ട്. അതും ചിലർക്ക് വയറിൽ ദഹിക്കത്തില്ല, കുടലിലെത്തുമ്പോൾ ഇത് ഗ്യാസ് ശല്യം ഉണ്ടാക്കിയെന്ന് വരാം. എന്നിരുന്നാലും ഈ ഒലിഗോസാക്രൈഡ്സ് എന്ന് പറയുന്നത് ഒരു മികച്ച പ്രീബയോട്ടിക് ഭക്ഷണമാണ്. അതായത് കുടലിനകത്തുള്ള ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളുടെ നല്ലൊരു ഭക്ഷണമായിട്ട് ഈ ഒലിഗോസാക്രൈഡ്സ് വർക്ക് ചെയ്യുക. അതായത് ചക്കക്കുരു കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടും എന്നർത്ഥം. മാത്രമല്ല ഇതിനകത്ത് നിറയെ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് അത്യാവശ്യം നമുക്ക് ഇപ്പോൾ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രോബ്ലം മറികടക്കുന്നതിനും ചക്കക്കുരു കഴിച്ചാൽ നല്ലതാണ്. ചക്കക്കുരു നേരിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് പൗഡർ ഫോമാക്കി കഴിക്കാൻ പറ്റും. എങ്ങനെയാണ് ചക്കക്കുരുവിൽ നിന്നും ചക്കക്കുരു പൊടി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ചക്കക്കുരു നമ്മൾ അത്യാവശ്യം ഉണങ്ങിയ ചക്കക്കുരു എടുത്താൽ അതിൻ്റെ മുകളിൽ പേപ്പർ പോലുള്ള തൊലി കാണും. ഈ തൊലി കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ബ്രൗൺ കളറിലുള്ള ഒരു കോട്ടിംഗ് ഉണ്ട്. ഈ ബ്രൗൺ കളറിലുള്ള കോട്ടിംഗ് കളയരുത്. കാരണം ഈ ബ്രൗൺ കളറിലുള്ള തൊലിയോട് ചേർന്ന്
ചേർന്നിട്ടായിരിക്കും ഞാൻ ഈ പറഞ്ഞ പല ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ളത്. ഇത് നമുക്ക് അതേപടി ഉപയോഗിക്കുന്നതിന് ചെയ്യേണ്ടത്, നിങ്ങൾ ഈ അത്യാവശ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പുറമേയുള്ള പേപ്പർ പോലുള്ള തൊലി കളഞ്ഞതിന് ശേഷം ഇവയെ നിങ്ങൾ അത്യാവശ്യം എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അത്രയും എടുത്തിട്ട് നിങ്ങൾ ആവിയിൽ വേവിക്കുക. ആവിയിൽ ഏകദേശം 30 മുതൽ 40 മിനിറ്റ് വരെ വേവിക്കുക. വേവിച്ച് കഴിയുമ്പോൾ ഇവ നല്ല സോഫ്റ്റ് ആവും. സോഫ്റ്റ് ആയിട്ടുള്ള ഈ ചക്കക്കുരുവിനെ നമ്മൾ എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യണം. വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇവ നിങ്ങൾ നല്ല വെയിലത്ത് വെച്ച് ഒരു തുണി വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെയിലത്ത് വെച്ച് ഒരു 2 മുതൽ 3 ദിവസം വരെ ഉണക്കുക. ഉണക്കി കഴിയുമ്പോഴത്തേക്ക് ഇവ നല്ല പപ്പടം പോലെ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് കാണാം. ഈ പപ്പടം പോലെ ഉണങ്ങിയ ഈ ചക്കക്കുരുവിനെ നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് പൊടിച്ച് നല്ല ഫൈൻ രൂപത്തിൽ നിങ്ങൾ എടുത്ത് സൂക്ഷിക്കുക. നല്ല പാക്കറ്റിൽ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് വലിയ ജലാംശമൊന്നും കയറാതെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ മാസങ്ങൾ ഇതിരിക്കും. ഇത് നിങ്ങൾ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യും, ഇപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴോ ദോശ ഉണ്ടാക്കുമ്പോഴോ പുട്ടുണ്ടാക്കുമ്പോഴോ അതിനകത്ത് ചേർക്കാം. ചേർത്താനുള്ള ഗുണമെന്ന് പറയുന്നത് ഒന്ന്, അവയുടെ ഗ്ലൈസെമിക് ഇൻഡെക്സ് മാറും, ഹൈ പ്രോട്ടീൻ കണ്ടൻ്റ് ഉണ്ട്. കൂടാതെ ഈ ചക്കക്കുരുവിൻ്റെ ന്യൂട്രിയൻസ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും, വലിയ ഗ്യാസ് ശല്യം ഉണ്ടാകത്തുമില്ല. ഏത് ചെറിയ കുട്ടികൾക്ക് ആണെങ്കിലും ഇത് നൽകുകയും ചെയ്യാം. വളരെയധികം ബെനിഫിഷ്യലാണ്. ചെറിയ കുട്ടികൾക്കെല്ലാം തന്നെ വീട്ടിൽ തന്നെ ഇപ്പോൾ ശർക്കരയൊക്കെ ഉപയോഗിച്ച് എന്തെങ്കിലും സ്വീറ്റ്നെസ് എന്തെങ്കിലും മധുര പലഹാരം ഉണ്ടാക്കുമ്പോഴോ ചക്കക്കുരു പൊടി ഇതിനകത്ത് ചേർത്ത് ഉണ്ടാക്കി കൊടുക്കാം. വളരെ രുചികരമാണ്, അത്യാവശ്യം പോഷക സമൃദ്ധവുമാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ചക്കക്കുരു നിങ്ങൾ കളയാതെ ഞാൻ ഈ പറഞ്ഞ രീതിക്ക് ഉപയോഗിക്കുക. വളരെ വില കൂടിയ പ്രോട്ടീൻ ഭക്ഷണങ്ങൾക്ക് പോകുന്നതിന് പകരം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സുലഭമായിട്ടുള്ള വില കുറഞ്ഞ ഈ ഭക്ഷണം ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താം. ഇതെല്ലാം മലയാളികളുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. പലർക്കും ഇതിനെക്കുറിച്ച് വലിയ അറിവില്ല എന്നുള്ളതാണ് വാസ്തവം. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.